ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളാണ് കേട്ടോ. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്രേസൽ വെർബ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സ്പെല്ലിംഗ് കറക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ ആക്റ്റീവ് പാസീവ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രേസൽ വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബീഫ് അപ്പ്, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ് കേട്ടോ. ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക, സ്ട്രോങ് ആവുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബീഫ് അപ്പ്. കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബീഫ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബീഫ് അപ്പ് ആണ്. ഓക്കെ, സോ ദാറ്റ് സ്ട്രെങ്തൻ അല്ലെങ്കിൽ ഇംപ്രൂവ് എന്നൊരു മീനിങ് ആണ്. അടുത്ത് നോക്കാം, ബെയർ ഔട്ട് ആണ്. ബെയർ ഔട്ട് എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്യാന്നൊരു മീനിങ് ആണ് ബെയർ ഔട്ട്. എന്താണ് ബെയർ ഔട്ട്? കൺഫേം ചെയ്യാം. നമുക്കൊരു സെന്റൻസ് നോക്കാം. ദീസ് റിപ്പോർട്ട്സ് ബെയർ ഔട്ട് മൈ തിയറി. ഓക്കെ, ദീസ് റിപ്പോർട്ട്സ് ബെയർ ഔട്ട്, കൺഫേം ചെയ്യാണ് എന്റെ തിയറി. ഈ റിപ്പോർട്ട്സ് കൺഫേം ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ദീസ് റിപ്പോർട്ട്സ് ബെയർ ഔട്ട് മൈ തിയറി. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബെയർ ഔട്ട് എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഈ ബെയർ എന്നുള്ള വാക്ക് എടുക്കാം. ബെയർ എന്ന് പറഞ്ഞാൽ എന്താ? കരടി അല്ലെ? അപ്പൊ കരടിയൊക്കെ പുറത്തായി എന്നുള്ള രീതിയിൽ നമ്മൾ കൺഫേം ചെയ്തു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കരടി പുറത്തായി എന്ന് നമ്മൾ കൺഫേം ചെയ്യാം. ബെയർ ഔട്ട് എന്ന് പറഞ്ഞാൽ കൺഫേം ആണ്. ഇനി അടുത്ത് നോക്കാം, ബ്ലാക്ക് ഔട്ട് ആണ്. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിന്റ് അല്ലെങ്കിൽ ലോസ് കോൺഷ്യസ്നെസ് ആണ് ബ്ലാക്ക് ഔട്ട്. ഓക്കെ, ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ലോസ് കോൺഷ്യസ്നെസ് ആണ് ബ്ലാക്ക് ഔട്ട്. കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഔട്ടിൽ പോയിട്ട് കുറെ നേരം സൂര്യന്റെ അടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് ആയിട്ടൊക്കെ വരും എന്ന് ആലോചിക്കുക കേട്ടോ. ബ്ലാക്ക് ഔട്ട്. ഓക്കെ, കുറെ നേരം സൂര്യന്റെ അടിയിലൊക്കെ പോയി നിന്ന് ബ്ലാക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ നേരം സൂര്യന്റെ അടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫെയിന്റ് ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ അല്ലെ? അപ്പൊ അങ്ങനെ ഫെയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ലോസ് കോൺഷ്യസ്നെസ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിന്റ് ചെയ്യുക. അടുത്ത് നോക്കാം, ബ്രേക്ക് ഇൻ ടു. ഇത് നമ്മൾ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എൻറ്റർ ബൈ ഫോഴ്സ്, അതിക്രമിച്ച് കയറാന്നൊരു മീനിങ് ആണ് ബ്രേക്ക് ഇൻ ടു. ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? അകത്തേക്ക്. അകത്തേക്ക് ബ്രേക്ക് ചെയ്ത് കയറുക എന്ന് പറഞ്ഞാൽ എന്താ? അതിക്രമിച്ച് കയറുക അല്ലെ? അതാണ് എൻറ്റർ ബൈ ഫോഴ്സ്. അടുത്ത വാക്ക് നോക്കാം, ബോഗ് ഡൗൺ ആണ്. ബോഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് സിങ്ക് ഇൻ ടു മഡ് ഓർ വെറ്റ് ഗ്രൗണ്ട്. ഈ മഡിനകത്തേക്ക് ഇങ്ങനെ സിങ്ക് ചെയ്ത് പോവാ, നമ്മളിങ്ങനെ കുഴിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ടു മേക്ക് സംതിങ്, എന്തെങ്കിലും ഒരു സാധനം മണ്ണിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോവാ അല്ലെങ്കിൽ വെറ്റ് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോവാന്നൊക്കെ ഒരു മീനിങ് ആണ് ബോഗ് ഡൗൺ. ഓക്കെ, അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ബോഗ് ഡൗൺ എന്ന് പറയുമ്പോണ്ടല്ലോ, ബോഗിന് പകരം പി ആലോചിക്കാം. പോഗ് ഡൗൺ അല്ലെ? ഡൗണിൽ പോകൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മഡിലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകുക എന്ന രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. പോഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കുഴിഞ്ഞു പോവുക, സിങ്ക് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ബോഗ് ഡൗൺ ഇറ്റ് മീൻസ് ടു മേക്ക് സംതിങ് സിങ്ക് ഇൻ ടു മഡ് ഓർ വെറ്റ് ഗ്രൗണ്ട്. അടുത്ത് നോക്കാം, ഡിഷ് ഔട്ട് ആണ്. ഡിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ഓർ ഗീവ് എവേ അലോട്ട് ആണ് ഡിഷ് ഔട്ട്. നമ്മൾ ഡിഷ് ഒക്കെ ഔട്ടിൽ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ കൊടുക്കും അല്ലെ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാലോ. ഡിഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ഓർ ഗീവ് എവേ അലോട്ട്. ഓക്കെ, അടുത്തത് എഗ് ഓൺ ആണ്. എഗ് ഓൺ എന്ന് പറഞ്ഞാൽ എൻകറേജ് സമ്മൺ ടു ഡു സംതിങ്. ഒരാളെ നമ്മൾ എൻകറേജ് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ എൻകറേജ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് എഗ് ഓൺ. സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയാ? ഒരാളെ നമ്മൾ എൻകറേജ് ചെയ്യാണ്. എന്തിനാ എൻകറേജ് ചെയ്യണേ? എഗ് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ എൻകറേജ് ചെയ്യാന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എഗ് ഓൺ എന്ന് പറഞ്ഞാൽ എൻകറേജ് സമ്മൺ ടു ഡു സംതിങ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വേഗം നോക്കാം. ബീഫ് അപ്പ്, ഇംപ്രൂവ്, സ്ട്രെങ്തൻ. ബെയർ ഔട്ട് എന്ന് പറഞ്ഞാൽ ആ കരടിനെ ഔട്ട് ആക്കി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തു. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടിൽ പോയിട്ട് നമ്മൾ ബ്ലാക്ക് ആയി, പിന്നെ നമ്മൾ തലകറങ്ങിയൊക്കെ വീഴും അല്ലെ? ഫെയിന്റ് ചെയ്യും. ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എൻറ്റർ ബൈ ഫോഴ്സ് ആണ്. ബോഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞു പോവാ, മണ്ണിലേക്കൊക്കെ കുഴിഞ്ഞു പോവാന്നൊരു മീനിങ് ആണ്. ഡിഷ് ഔട്ട്, ഔട്ടിൽ പോയിട്ട് ഡിഷ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും അല്ലെ? ഡിസ്ട്രിബ്യൂട്ട് ഓർ ഗീവ് എവേ അലോട്ട്. എഗ് ഓൺ എന്ന് പറഞ്ഞാൽ എൻകറേജ് സംവൺ ടു ഡു സംതിങ്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് സ്പെല്ലിംഗ് നോക്കാം കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ വെക്കേഷൻ ആണ്. വെക്കേഷൻ സ്പെല്ലിംഗ് എന്താ? VACATION, വെക്കേഷൻ. ഓക്കെ, അപ്പൊ രണ്ട് സി ഒന്നും ഇല്ല കേട്ടോ, ഒരു സി ഉള്ളൂ. VACATION. അത് ആലോചിക്കാനായിട്ട് ഈ വെക്കേഷനിലൊക്കെ നമ്മൾ ഒറ്റ ദിവസം ട്രിപ്പിന് പോയെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഒറ്റ സി ഉള്ളൂ എന്നുള്ള രീതിയിൽ ഓർക്കുക. വെക്കേഷൻ. ഓക്കെ, VACATION. അടുത്ത വാക്ക് വേക്കൻസി ആണ്. വേക്കൻസിയും ഇതേപോലെ തന്നെ VACANCY ആണ്. വേക്കൻസി എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു ഒഴിവ് അല്ലെ? ഇപ്പൊ ജോലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോയി ജോയിൻ ചെയ്യുന്നൊക്കെ ആലോചിക്കാം. അപ്പൊ ക്യാൻ ഉണ്ട് അതിനകത്ത് കേട്ടോ. ക്യാൻ ആണ് വേക്കൻസി എന്ന് ആലോചിക്കുക. അപ്പൊ ക്യാൻ ആണ്, രണ്ട് സി ഇല്ല, വേക്കൻസി. അടുത്ത വാക്ക് നോക്കാം, ഇൻക്യുബൻസ്. ഇൻക്യുബൻ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ ഹൂസ് കറന്റ്ലി ഇൻ ആൻ ഒഫീഷ്യൽ പൊസിഷൻ.
ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ താൽക്കാലികമായിട്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്നത് ഇൻക്യുബന്റ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. INCUM ബെന്റ് കേട്ടോ. ഇൻക്യുബന്റ് INCUMBENT. അത് നോക്കാം ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് സ്പെല്ലിംഗ് നോക്കിയേ, ARGUMENT ആണ്. നമുക്ക് ആർഗ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ARGUE ആണ് ആർഗ്യുവിന്റെ സ്പെല്ലിംഗ് വരുന്നത്. പക്ഷെ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഇ ഇല്ല കേട്ടോ, ഇ ഇല്ല. അതിന് പകരം ആർഗുമെന്റ് എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ, ആർഗ്യുമെന്റ്. അതേപോലെ തന്നെയാണ് ട്രൂലി. ട്രൂലി എന്ന് പറയുമ്പോൾ ട്രൂവിന്റെ സ്പെല്ലിംഗ് എന്താ, TRUE ആണ്. ട്രൂലി എന്ന് വന്നു കഴിയുമ്പോൾ ആ ഈ കേസിലും ഇല്ല, ട്രൂ ലീ എന്ന് മതി കേട്ടോ, TRULY. അടുത്തത് ഓവർറൈഡ് ആണ്. ഓവർറൈഡിനകത്ത് 2 R ഉണ്ട് കേട്ടോ. അപ്പൊ ഓവറായിട്ട് റൈഡ് ചെയ്യല്ലേ, അങ്ങനെ നോക്കുക. ഓവറായിട്ട് റൈഡ് ചെയ്തു. ഓക്കെ, ഓവറായിട്ട് റൈഡ് ചെയ്തു. അപ്പൊ അത് ഒരുമിച്ച് എഴുതുമ്പോൾ ഓവർറൈഡ്, 2 R ഉണ്ട്, IDE. അടുത്ത വാക്ക് നോക്കാം, സോളിലോക്വി ആണ്. സോളിലോക്വിയുടെ സ്പെല്ലിംഗ് എന്താ, SOLILOQUY ആണ് കേട്ടോ. സോളിലോക്വേ എന്നാണ്, SOLILOQUY. ഇത് പഠിക്കണം കേട്ടോ. അപ്പൊ വെക്കേഷൻ, വേക്കൻസി, ഇത് 2 സ്ഥലത്തും ഒരു സി മാത്രമേ ഉള്ളൂ. ഇൻക്യുബൻസ്, പിന്നെ ആർഗ്യുമെന്റ് ഇ ഇല്ല, ട്രൂലിനകത്തും ഇ ഇല്ല. ഓവറായിട്ട് റൈഡ് ചെയ്തു, അപ്പൊ 2 R ഉണ്ട്. പിന്നെ സോളിലോക്വേ. ഓക്കെ, സോളിലോക്വേ. അടുത്ത് നോക്കാം, ഓംലെറ്റ് ആണ്. ഓംലെറ്റ് നമ്മുടെ എക്സാമിന് ചോദിച്ചിരുന്നതാണ് കേട്ടോ. ഓംലെറ്റിന്റെ സ്പെല്ലിംഗ് എന്താ, OMELETTE. 2 T ഉണ്ട് കേട്ടോ, 2 T ഉണ്ട്. അപ്പൊ ഓംലെറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ടീ കുടിക്കും എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഡബിൾ ഓംലെറ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പൊ 2 T എന്ന് ഓർക്കുക, ഓംലെറ്റ്. ഓക്കെ, OME ഉണ്ട്, LETTE, ഓംലെറ്റ്. അടുത്ത വാക്ക് ഡൈലമയാണ്. ഡൈലമയുടെ സ്പെല്ലിംഗ് DILEMMA. എമ്മ ആണ് കേട്ടോ, എമ്മ ആണ്, EMMA ആണ് കേട്ടോ, ഡൈലെമ്മ. അടുത്തത് പ്ലഷർ ആണ്. പ്ലഷറിന്റെ സ്പെല്ലിംഗ് എന്താ, PLEASURE. പ്ലഷർ അല്ലെ, നമുക്കൊരു സന്തോഷം, പ്ലഷർ കിട്ടുക എന്നൊക്കെ പറയും. അപ്പൊ പ്ലഷർ എന്തായാലും വേണം, ഷുവർ ആയിട്ടും വേണം എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ SURE ആണ്, 2 S ഇല്ല, PLEASURE ആണ് പ്ലഷർ. അപ്പൊ ഷുവർ ആയിട്ടും പ്ലഷർ വേണം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. അടുത്ത വാക്ക് വാറന്റി ആണ്. വാറന്റിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ, VARANTEE, വാറന്റി. ഓക്കെ, അപ്പൊ വാറന്റി കഴിഞ്ഞാലും പല ആൾക്കാരും വാറൊക്കെ നടത്തും അല്ലെ. നമ്മൾ ചിലപ്പോൾ തല്ലൊക്കെ പിടിച്ച് വാറന്റി ആ പീരീഡ് ഒക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ നോക്കും. അപ്പൊ വാറെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ വാറന്റി തീരുന്നേക്കാളും മുമ്പ് നമ്മൾ എന്തായാലും ഓടും എന്ന് ആലോചിക്കുക. ഓടിപ്പോയിട്ട് വാറന്റി തീരുന്നേക്കാളും മുമ്പ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്ന ആലോചിക്കട്ടോ. അപ്പൊ റാൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ TEE, വാറന്റി കേട്ടോ, വാറന്റി. അടുത്ത വാക്ക് നോക്കാം, ലുഡിക്രസ്. ലുഡിക്രസ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ലുഡിക്രസ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആണ്. ഓക്കെ, നമ്മൾ റെഡിക്കുലസ് എന്നൊക്കെ പറയില്ല, അതേപോലെ ലുഡിക്രസ്. ഓക്കെ, എന്താണ്, ഫൂളിഷ് ആണ്. സ്പെല്ലിംഗ് നോക്കാം, LUDICROUS. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കണേ, LUDICROUS. ഇതെല്ലാം എക്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത വാക്ക് നോക്കാം, എക്സ്ക്രൂസിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഒക്കെ നമ്മളിങ്ങനെ ടോർമെന്റ് ചെയ്യുക, ടോർച്ചർ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എക്സ്ക്രൂസിയേറ്റ്. അപ്പൊ സ്പെല്ലിംഗ് നോക്കുക, EXCRUCIATE ആണ് എക്സ്ക്രൂസിയേറ്റ്. നമ്മൾ ക്രൂസിഫൈ എന്നൊക്കെ പറയില്ല, അതേപോലെ ക്രൂസി ഉണ്ട് കേട്ടോ, എക്സ്ക്രൂസിയേറ്റ്, എക്സ്ക്രൂസിയേറ്റ്. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, ഇൻഡോളന്റ് ആണ്. ഇൻഡോളന്റ് എന്ന് പറഞ്ഞാൽ ലേസി ആണ്, എക്സാമിന് ചോദിച്ചിരുന്നതാണ്. ഇൻഡോളന്റ് എന്ന് പറഞ്ഞാൽ ലേസി. സ്പെല്ലിംഗ് നോക്കിക്കോളൂ, INDOLENT, ഇൻഡോളന്റ് കേട്ടോ, ഇൻഡോളന്റ് ആണ്, ENT ആണ്. അടുത്ത വാക്ക് നോക്കാം, വിവിഡ്ലി. വിവിഡ്ലി എന്ന് പറഞ്ഞാൽ വെരി ക്ലീൻ ആൻഡ് ഡീറ്റെയിൽഡ് എന്നൊരു മീനിങ് ആണ് വിവിഡ്ലി. അതിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, VIVID, വിവിഡ് ലീ ആണ് കേട്ടോ. വിവിഡ്ലി എന്ന് പറഞ്ഞാൽ വെരി ക്ലിയർ ആൻഡ് ഡീറ്റെയിൽഡ് ആണ്. അടുത്തത് ട്യൂഷൻ ആണ്. ട്യൂഷന്റെ സ്പെല്ലിംഗ് എന്താ, TUITION. ഇതാണ് ട്യൂഷന്റെ സ്പെല്ലിംഗ്. TU ഒരു I വരുന്നുണ്ട് കേട്ടോ. ട്യൂഷന് നിങ്ങൾ എന്തായാലും പോകണമെന്ന് ആലോചിക്കുക, ഞാനും ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പൊ I ഉണ്ട്, TUITION. ഓക്കെ, അപ്പൊ എല്ലാവരും സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, കാരണം അത് ബാക്കി പറയുന്ന പോലെയല്ല, സ്പെല്ലിംഗ് എന്തായാലും നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അടുത്ത നോക്കാം, അടുത്ത നമ്മൾ ആക്റ്റീവ് പാസീവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു കൺസെപ്റ്റിലുള്ള ചോദ്യം അടുത്ത എക്സാമിന് ഉണ്ടാവും, ഉറപ്പ് പറയാണ്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം, ഡിഡ് ദി ബ്ലാസ്റ്റ് ടെറിഫൈ ദി ചിൽഡ്രൻ. ഞാൻ ഉദ്ദേശിച്ച ചോദ്യമല്ല കേട്ടോ, കൺസെപ്റ്റ് ആണ്. ഡിഡ് ദി ബ്ലാസ്റ്റ് ടെറിഫൈ ദി ചിൽഡ്രൻ. ഇതിനെ പാസീവ് ആക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞത്, എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് were the children terrified by the blast ആണ്. എങ്ങനെ നമുക്ക് ഇത് ആൻസർ ആയിട്ട് കിട്ടിയേ? ആക്റ്റീവ് പാസീവില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത് ടെൻസ് മാറില്ല, പിന്നെന്താ, സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യും,
മീനിങ് മാറാൻ പാടില്ല. അതേപോലെ തന്നെ ആക്റ്റീവിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിലേക്ക് ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് തന്നെ വരണം. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാ? ആദ്യം ഒരു ഓക്സിലറി വെർബ് വരണം, അതിനുശേഷം ഒരു സബ്ജക്റ്റ് വരണം. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഡിഡ് എന്ന് പറയുമ്പോൾ എന്തായാലും പാസീവിലേക്ക് ആക്കുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കും നമ്മുടെ ആൻസറിൽ ഉണ്ടാവുക. അപ്പൊ ഞാനിവിടെ നോക്കി വാസ് ഉണ്ട്, പിന്നെ ഇവിടെ ദ ബ്ലാസ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് തന്നെ വരണം അല്ലെ. അപ്പൊ ഓക്സിലറി വെർബ് ആദ്യം വരണം. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് അല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇതിനെയും ഞാൻ ക്യാൻസൽ ചെയ്തു, കാരണം ഇത് തുടങ്ങിയിട്ടുള്ളത് സബ്ജക്ട് വെച്ചിട്ടാണ്, ഓക്സിലറി വെർബ് അല്ല. ഓക്കെ, അപ്പൊ ഇതും ക്യാൻസൽ ചെയ്തു. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഓപ്ഷൻ. ഇനി ഇതിനകത്ത് നമ്മൾ എങ്ങനെയാ സെലക്ട് ചെയ്യുക? ഓക്കെ, ഇനി വാസ് ദി ബ്ലാസ്റ്റ് ടെറിഫൈഡ് ബൈ ദ ചിൽഡ്രൻ ആണോ ശരി, അല്ലെങ്കിൽ വേർ ദി ചിൽഡ്രൻ ടെറിഫൈഡ് ബൈ ദി ബ്ലാസ്റ്റ് ആണോ ശരി? ഏതായിരിക്കും കറക്റ്റ്? നമ്മുടെ സെക്കൻഡ് റൂൾ നമ്മൾ എന്താ പറഞ്ഞേ? ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. അതേപോലെ തന്നെ ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ രണ്ട് കേസിലും ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരണം. അപ്പൊ ചിൽഡ്രൻ തന്നെ ആദ്യം വരണം. ഓക്കെ, അപ്പൊ വേർ ദി ചിൽഡ്രൻ ടെറിഫൈഡ് ബൈ ദി ബ്ലാസ്റ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഹാസ് സെഡ് ഐ ആം ഹാപ്പി ടുഡേ. ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിൽ പറയുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഹി ഹാസ് സെഡ് ഐ ആം ഹാപ്പി ടുഡേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഹി ഹാസ് സെഡ് ദാറ്റ് ഹി ഈസ് ഹാപ്പി ടുഡേ. അപ്പൊ ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ടെൻസിന് മാറ്റം വരില്ല, അതേപോലെ തന്നെ ടൈമിന് മാറ്റം വരില്ല. ഓക്കെ, ടെൻസിന് മാറ്റം വരില്ല, ടൈമിന് മാറ്റം വരില്ല. എപ്പോഴാ? ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ. അപ്പൊ പ്രസന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് തന്നെ ആവണം എന്നില്ല കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് ആവാം. അങ്ങനെ പ്രസന്റിൽ ഏത് വരികയാണെങ്കിലും ടെൻസിന് മാറ്റം വരില്ല, ടൈമിനും മാറ്റം വരില്ല. അപ്പൊ ടുഡേ എന്നുള്ളത് ടുഡേ തന്നെ ആവണം. അതുപോലെ തന്നെ ഒരേ ടെൻസ്, അപ്പൊ ഇസ് തന്നെ വരണം അല്ലെ. അപ്പൊ ഹി സെഡ് ദാറ്റ് ഹി ഈസ് ഹാപ്പി ടുഡേ തന്നെ വരണം. ദാറ്റ് ഡേ പറ്റില്ല. പിന്നെ ഈ കേസിലാണെങ്കിൽ ടുഡേ ഉണ്ട്, പക്ഷെ ഇവിടെ സെഡ് വന്നിട്ടില്ല. ഇവിടെ ഹാസ് സെഡ് തന്നെ വരണം കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇനിയും കൂടുതൽ ഫാക്ട്സ്, നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.